പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവത്തിൻ്റെ ഉടയവനായ നല്ല ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നപ്പ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾക്ക് എപ്പോഴും സഹായകനായി കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ കൃപാവരങ്ങളാലും വരദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, പാപികളായ മനുഷ്യ മക്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ സ്വർഗീയ ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഇപ്പോഴും പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് ഞാൻ മനുഷ്യ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എൻ്റെ യേശുവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നപ്പ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊരു ദിനം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ കൂടെയുള്ളതിനായും ഞങ്ങളുടെ സകല ആവശ്യത്തിന്മേലും കൂടെയുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പ. പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയൊക്കെയും എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അവിടങ്ങളിൽ സംരക്ഷണം തരുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു ഈശോപ്പ. സമയം എന്നെയും ഈ ലോകത്തിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് യൂട്യൂബിൽ വന്നിരിക്കുന്നത് എൻ്റെ ഭവനത്തിൽ എൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ 2 അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് പറയുവാനായിട്ടാണ്. എനിക്കെങ്ങനെ പറയണമെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നെ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, യേശുവിനെ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് ആൾക്കാരെ നേരിട്ട് അഭിമുഖീകരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും ഈശോയുടെ ഒരു പ്രചോദനമായിരിക്കാം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു 2 മാസം മുൻപ് എൻ്റെ ബ്രദറിൻ്റെ മോള് ഒരു തൊണ്ടയിലൊരു തടുപ്പ് കണ്ട് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത് തൈറോയിഡ് ഗ്രന്ഥിയിൽ അത് പത്തോളജിക്ക് അവിടെ നിന്ന് കുത്തിയെടുത്ത് പത്തോളജിക്ക് അയച്ചു. അപ്പോഴത് അതിരുന്നാൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മനസ്സാകെ പിടഞ്ഞൊരു സമയമായിരുന്നു. നേരെ ഞങ്ങൾ ആ ആശുപത്രിയിൽ കാണിച്ചില്ല. എൻ്റെ വീട്ടിൽ PG ആയിട്ട് ഒരു ഡോക്ടറും 3 ഡെപ്യൂട്ടി നഴ്സുമാരും ഉണ്ട്. അപ്പോൾ അവരെ ആ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് ഒരാളിനെ മാത്രം കാണിക്കേണ്ട, ഇതെന്തായാലും കാണിക്കേണ്ട കേസാണ് ചേച്ചി എന്ന് ആ ഡോക്ടർ പറഞ്ഞു. നേരെ ഞങ്ങൾ 1-2 പേരെ കൺസൾട്ടിങ് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കില്ല എന്നല്ല. പക്ഷേ പത്തോളജി ഡോക്ടറാണല്ലോ ആ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ കിംസിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് പോകുന്നതിന് മുൻപ് ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങൾ അവിടെ നിന്ന് തന്ന മകളെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോകുന്നു. ഞങ്ങൾക്ക് മുൻപേ പോയി അവിടെ നിന്ന് വഴിയൊരുക്കണമേ കർത്താവേ. നല്ലൊരു ഡോക്ടറിനെ ഞങ്ങൾക്കായി അവിടെ നിന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ദൈവം അവിടെ അതുപോലെ പ്രവർത്തിച്ചു, നല്ലൊരു ഡോക്ടറിനെ ഒരുക്കി തന്നു. അപ്പോൾ ഡോക്ടർ ഇവിടുത്തെ റിസൾട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചപ്പോഴും പറഞ്ഞ് ശരി ഇത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ റിസൾട്ടൊക്കെ വായിച്ചിട്ട് പറഞ്ഞത് ഇത് ഇരുന്നാൽ ഉടനെ എന്ന് പറയാൻ പറ്റത്തില്ല. 99% ഇത് ക്യാൻസറിൻ്റെ ഒരിത് വരാനുള്ള ചാൻസ് ഉണ്ട്. നാളൊരു കാലം ഇത് ക്യാൻസർ ആയാൽ നിങ്ങൾ അന്ന് ചിന്തിക്കും, അയ്യോ അത് അന്നെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അതെടുക്കാം എന്നുള്ളത്. എന്നിട്ടും ഡോക്ടർ പറഞ്ഞ അടുത്തതിൽ അത് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. പക്ഷേ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയും പിന്നെ ദൈവം നല്ലൊരു ഡോക്ടറെ ഒരുക്കി തരികയും പറഞ്ഞു. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ നടന്നു. പക്ഷെ ആ മോള് പള്ളിയിലൊക്കെ പാടുന്ന മകളാണ്. ഇത് കേട്ടതിന് ശേഷം ഒരു നിത്യാരാധന ഉണ്ടായിരുന്നു പള്ളിയിൽ. ആ പള്ളിയിൽ എൻ്റെ മോളിരുന്ന് പാടുന്നത് കണ്ടപ്പോൾ അന്ന് എൻ്റെ ഹൃദയം ഉരുകിപ്പോയൊരു സമയമായിരുന്നു. ആ ഓസ്തിയിൽ വാഴുന്ന അപ്പത്തിൻ്റെ രൂപത്തിൽ വാഴുന്ന ഈശോയോട് കണ്ണുനീരോടെ നിലവിളിച്ച് എൻ്റെ ഈശോ അവിടെ എനിക്ക് ഉത്തരം ഞങ്ങൾക്ക് തന്നു. പ്രിയ സഹോദരങ്ങളെ, അത് ഓപ്പറേഷൻ കഴിഞ്ഞ് അപ്പോൾ അത് ഈ വശത്തുള്ളത് പത്തോളജിയിലോട്ട് അയച്ചു.
പറഞ്ഞു കുഴപ്പമില്ല എന്ന് കേൾക്കാൻ ദൈവം ആ സന്തോഷ വാർത്ത കേൾപ്പിച്ചു തന്നു. മോളുടെ സ്വരത്തിനും ഒരു കുഴപ്പം വന്നിട്ടില്ല. മോളിപ്പോഴും ഈശോയ്ക്ക് വേണ്ടി പാടുന്നുണ്ട്. ഇപ്പോൾ പാലയിൽ നിന്ന് പഠിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം, രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും, ആശുപത്രിയിൽ കഴിയുന്ന ഓരോ മക്കളെയും, ഓരോ സഹോദരങ്ങളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടവരാണ്. ഒരു രോഗം വരുമ്പോഴേ നമ്മുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ രോഗികൾക്ക് വേണ്ടി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് മാത്രം മതി ആ രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും പ്രിയ സഹോദരങ്ങളെ. അതുപോലെ എൻ്റെ മോൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്ത മോൾക്ക് 11ാമത്തെ വയസ്സ്, മോന് 9ാമത്തെ വയസ്സ്, ഇളയ മോൾക്ക് 5 വയസ്സ്. ആ 5 വയസ്സായ മോള് ടോയ്ലറ്റിൽ പോകുമ്പോൾ, അവരിപ്പോഴും ദുബായിൽ നിൽക്കുകയാണ്, ടോയ്ലറ്റിൽ പോകുമ്പോൾ പൈൽസ് പോലെ ആ മലദ്വാരത്തിൽ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക, ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ ഇങ്ങനെ പുറത്ത് തള്ളി വരും. അത് എന്നോട് എൻ്റെ മോള് പറഞ്ഞില്ല. പക്ഷെ അവളിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അവൾക്കത് പിന്നെ അത് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ അവൾക്കതൊരു വിഷമം തോന്നി. അതിൻ്റെ ഫോട്ടോ എടുത്ത്, പക്ഷേ ഫോട്ടോയൊന്നും എനിക്ക് അയച്ചു തന്നില്ല. എന്നോട് പറഞ്ഞമ്മ ഇതുപോലെയാണ് മോൾക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇത് തള്ളി വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു. അവളത് ആകെ ഒരു വിഷമമായിരുന്നു. അവൾ ഒറ്റയ്ക്കിരിക്കുന്നതല്ലേ വീട്ടിൽ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥനയിൽ കൂടെ സകലം ദൈവം നമുക്ക് നന്മയ്ക്കാക്കി ഒരുക്കി തരുള്ളൂ. എല്ലാം നമുക്ക് ദൈവം തന്നതാണ് മോളെ. നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഇത്രത്തോളം നമ്മെ നടത്തിയില്ലേ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം മോളെ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ഈശോനാഥനോട് പ്രാർത്ഥിക്കും. വെളുപ്പിന് 5 മണിക്ക് എഴുതിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. കരുണക്കൊന്ത ചൊല്ലുമ്പോഴേ എല്ലാ രോഗികളെയും സമർപ്പിക്കും, എല്ലാ ഭവനം ഇല്ലാത്തവരെ സമർപ്പിക്കും. ആ സമയം എൻ്റെ കുഞ്ഞുമോളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ത്രിസന്ധ്യാസമയം മാതാവിനോട് പ്രാർത്ഥിക്കും. കാനായിലെ ഭവനത്തിലെ കുറവുകളെ മനസ്സിലാക്കിയ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ ഈ വേദനയെ മനസ്സിലാക്കി ഈശോയോട് അപേക്ഷിച്ച് അത് പൂർണ്ണമായ സൗഖ്യമായി മാറ്റുവാൻ അമ്മ അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന അമ്മയോടും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. എൻ്റെ മോളും നന്നായിട്ട് പ്രാർത്ഥിക്കും, വചനം വായിക്കും, ഡാനിയലച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കും. അതെനിക്ക് അവൾ യൂട്യൂബിലോട്ട് ഇങ്ങോട്ടിട്ട് തരും. അതുപോലെ നിയോഗ പ്രാർത്ഥന കേൾക്കും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നിരുന്നാലും ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശക്തമായി ഈശോയെ നിലവിളിച്ച ഒരു സമയമായിരുന്നു. ആ സമയം ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മോളെ ഞാൻ ഈശോയുടെ ആ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചിട്ട് ആ പൈൽസ് പോലെ വരുന്ന ആ ഭാഗത്ത് ഈശോ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന എൻ്റെ ഈശോയെ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ എൻ്റെ ഈ കുഞ്ഞു പൈതലിനെ സമർപ്പിക്കുന്നു. സൗഖ്യദായകനായ ഈശോ, അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഇങ്ങനെ ഞാൻ നിത്യവും പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു വചനമുണ്ട്. രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തിയവനായ ഈശോ. 12 വർഷക്കാലം രക്തസ്രാവക്കാരി പല ഇതിനു വേണ്ടി അനേകം രൂപ ചെലവാക്കി, ഒന്നിലും അവൾക്ക് സൗഖ്യം കിട്ടിയില്ല. എന്നാൽ അവൾ ഈശോയിൽ വിശ്വസിച്ചു. ഈശോ അതുവഴി കടന്നു പോയപ്പോൾ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോയപ്പോൾ ആ രക്തസ്രാവക്കാരിയുടെ മനസ്സിലോടി വന്നത്, ഈശോയുടെ ഉടുപ്പിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അടിയുറച്ച ആ പ്രിയ സഹോദരി വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ഈശോ കണ്ട് ഈശോ ചോദിക്കുന്നു, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാര്? അപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ശിഷ്യന്മാർ പറയുന്നു, കർത്താവേ, ഇത്രയും ജനങ്ങളുള്ളിടത്ത് ആരാണ് അങ്ങേ തൊട്ടത്? അപ്പോൾ ഈശോയ്ക്കറിയാം ഈശോയെ ഏത് വിശ്വാസത്തിലാണ് തൊട്ടതെന്നുള്ളത്. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന് ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ആ രക്തസ്രാവക്കാരിയുടെ വിശ്വാസം കണ്ട് സൗഖ്യം കൊടുത്തവനായ എൻ്റെ ഈശോയെ, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയവനായ ഈശോയെ. തളർവാദ രോഗിയെ കണ്ടിട്ടല്ല ഈശോ സൗഖ്യം കൊടുത്തത്, തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ അവിടെ സൗഖ്യം കൊടുത്തത്. ഓടിളക്കി കട്ടിലോടുകൂടി ഈശോ നിൽക്കുന്നിടത്തേക്ക് ഇറക്കിയ ആ ചുമന്നു കൊണ്ടുവന്ന ആ വ്യക്തികളുടെ വിശ്വാസം ദൈവം കണ്ട്. അതുപോലെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു പ്രിയ സഹോദരങ്ങളെ. ആ വിശ്വാസത്തെ ഈശോ കണ്ട്
ഞാൻ ഈ പ്രാർത്ഥന എന്നും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നാലും ഏത് വചനം വായിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഓടി വരുന്ന ഈ 2 വചനങ്ങൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഈശോയെ, രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തിയവനായ ഈശോയെ, തളർവാദ രോഗിയെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കണ്ട് സൗഖ്യപ്പെടുത്തിയവനായ ഈശോയെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനേകം മക്കൾ പ്രാർത്ഥിച്ചിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മോളെ ഇപ്പോഴെങ്ങനെയുണ്ട്? ഒരു ദിവസം മോൾ പറഞ്ഞു, 3-4 ദിവസം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, ഇനി അത് പൂർണ്ണമായിട്ടും മാറിക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി പോരാ, കുറച്ചും കൂടെ നമുക്ക് പ്രാർത്ഥിക്കണം മോളെ എന്ന് പറഞ്ഞ് ഹൃദയം നുറുങ്ങി വിളിക്ക്. ഞാനും മോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. പല സമയങ്ങളിലായി ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നാൽ എൻ്റെ ഹൃദയം എൻ്റെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കും. ഓരോരുത്തരെ ശരിക്കും പ്രസംഗിക്കുമായിരിക്കാം, നിലവിളിക്കുമായിരിക്കാം, പക്ഷെ ഞാൻ ഏകയായിട്ടിരുന്ന് ഈശോയെ നിലവിളിക്കും. പലർക്കും പല രീതിയിലാണല്ലോ ഈശോ വരങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആ ഈശോ തന്ന അറിവ് കൊണ്ട് ഞാൻ ഈശോയെ വിളിച്ചപേക്ഷിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോഴും മോൾ പറയും, അമ്മ ഇപ്പോഴത് വരുന്നില്ല. എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഹൃദയം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് എനിക്കത് കാണണം, എൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞങ്ങൾ പൈസയൊന്നും നോക്കിയില്ല. ആ ഡിസംബർ 23-ാം തീയതി പോയി. കുഞ്ഞുമോളോട് തന്നെ ഞാൻ ചോദിച്ചു, മോളെ ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടെന്നാണ് എൻ്റെ മോള് പറയുന്നത്. ഇല്ല അമ്മ, ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞോ മോളെ? ഞാൻ എന്ന് ഈശോയ്ക്ക് നന്ദി പറയും. നമ്മൾ ഈ കുഞ്ഞുനാളിലെ ഈശോയെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ എൻ്റെ ഈശോ ഇതുവരെ ഏകദേശം 2 മാസത്തോളമായി എൻ്റെ കുഞ്ഞിലത് വന്നിട്ടില്ല സഹോദരങ്ങളെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച നിങ്ങളെ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സാക്ഷ്യം നിങ്ങളോട് പറയണം എന്ന് ഞാൻ യൂട്യൂബിൽ കൂടെ പറയണം എന്ന് എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഞങ്ങളെ ഓർക്കുക. അതുപോലെ ഞാൻ അടുത്ത പ്രാർത്ഥന SSLC പരീക്ഷയ്ക്ക് എഴുതുന്ന മക്കളെ ഓർത്തും +2 പരീക്ഷയ്ക്ക് എഴുതുന്ന മക്കളെ ഓർത്തും വിദേശത്ത് പോകുവാൻ പരീക്ഷ എഴുതി നിൽക്കുന്ന മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഞാൻ ആ പ്രാർത്ഥനയും ഞാൻ ഉടനെ ഇടും. ത്രിയേക ദൈവം നമ്മളെ എല്ലാവരെയും നിത്യമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.